For latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഗോസംരക്ഷകർ ബീഫിന്റെ പേരിൽ തന്നെ കൊല്ലാൻ വരികയാണെങ്കിൽ വെടിവെച്ച് കൊന്നു തരണമെന്ന് മന്ത്രി KT ജലീൽ. നടുറോഡിൽ പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ തല്ലിക്കൊല്ലരുതെന്നും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കിടയിലെ വനിതകൾക്ക് ഭവന നിർമ്മാണത്തിലുള്ള ഇമ്പിച്ചിബാവ ഭവന നിർമ്മാണത്തിന്റെ ആദ്യ ഗഡു വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ബീഫിന്റെ പേരിൽ രാജ്യത്ത് നടക്കുന്ന കൊലപാതകങ്ങളെ KT ജലീൽ അപലപിച്ചു. ബീഫിന്റെ പേരിൽ രാജ്യത്ത് ഇതിനകം 28 പേർ കൊല്ലപ്പെട്ടുവെന്നും ഇത്തരത്തിലുള്ള സാഹചര്യം അത്യന്തം അപകടകരമാണെന്നും KT ജലീൽ അഭിപ്രായപ്പെട്ടു. ഗോസംരക്ഷകർ ബീഫിന്റെ പേരിൽ അഴിച്ചുവിടുന്ന അക്രമത്തെയും കൊലപാതകങ്ങളെയും അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ച് 24 മണിക്കൂറാകുന്നതിന് മുൻപ് മറ്റൊരു കൊലപാതകത്തിന് കൂടി രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഈ അവസ്ഥയില്ലെന്നും KT ജലീൽ കൂട്ടിച്ചേർത്തു. തകർക്കപ്പെടുന്ന ആരാധനാലയങ്ങൾ പുനർനിർമ്മിക്കാൻ സംഘടനകൾക്ക് യോജിപ്പുണ്ടാകണം. മലപ്പുറത്ത് അടുത്തിടെ ക്ഷേത്രം ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയെ ഉടൻ പിടികൂടി. കേരളത്തിലെ സാഹചര്യങ്ങൾ ഭേദപ്പെട്ടതാണ്. ഇവിടെ ന്യൂനപക്ഷ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ ഇരു വിഭാഗങ്ങളും പരസ്പരം നല്ല സമീപനമാണ് സ്വീകരിക്കാറെന്നും KT ജലീൽ പറഞ്ഞു. വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.